ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആം വ്ളോഗ്സ്. ഇത് ഞങ്ങളുടെ കുഞ്ഞു ഊട്ടി ട്രിപ്പാണ്. ഇപ്രാവശ്യം ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയത് മസിനഗുഡി വഴിയാണ്. മസിനഗുഡി വഴിയുള്ള ഊട്ടി യാത്രയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിക്കും. ഇപ്രാവശ്യം ഞങ്ങൾ 2 കാറിലായിട്ടാണ് പോയത്. വൺ ഡേ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഈവനിങ് തിരിച്ചു പോകുന്ന ഒരു കുഞ്ഞു ഊട്ടി ട്രിപ്പാണിത്. ഫുൾ ഫാമിലിയായിട്ട് പോകുന്ന ട്രിപ്പിനൊക്കെ നല്ല വൈബാണല്ലോ അല്ലേ. എന്തായാലും ഈ ട്രിപ്പ് ലൈഫ് ലോങ് ഓർത്തിരിക്കാൻ പറ്റിയൊരു ട്രിപ്പാണ്. മുതുമലൈ ടൈഗർ റിസർവ് പാസ് ചെയ്തിട്ട് വേണം നമുക്ക് ഊട്ടിയിലെത്താൻ. നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു ഈ റൂട്ട് മൊത്തം. ലൈഫിൽ ഒരിക്കലെങ്കിലും ഊട്ടിയിലേക്ക് ഈ റൂട്ട് വഴി യാത്ര ചെയ്യണേ, അത്രക്കും അതിമനോഹരമാണ്. മഴക്കാലമാണെങ്കിൽ പിന്നെ ഭംഗി 10 ഇരട്ടി കൂടും. അത്രയും പച്ചപ്പായിരിക്കും ഈ റൂട്ട് മുഴുവൻ. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരുപാട് മൃഗങ്ങളെ കണ്ടിരുന്നു. ആന, മാന്, കുരങ്ങൻ. ഞാൻ 2 പ്രാവശ്യം ഈ റൂട്ടിന് പോയിട്ടുണ്ട്. പക്ഷേ 2 ടൈമിലും ക്ലൈമറ്റ് സെയിം ആയിരുന്നു. പിന്നെ നമുക്കിവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. ഇതെല്ലാം റെസ്ട്രിക്റ്റഡ് മേഖലയാണ്. ഡെസ്റ്റിനേഷനേക്കാൾ ബ്യൂട്ടിഫുൾ ജേണി ആണെന്ന് നമുക്ക് ഈ ട്രിപ്പിലൂടെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഈ റൂട്ടിൽ മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് വരാനുണ്ട്. ഈ ഏരിയ ആണ് ഈ റൂട്ടിലെ എൻ്റെ ഫേവറേറ്റ് ഏരിയ. ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് റെസ്റ്റ് എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കും. പിന്നെ ഇതിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് കൂടി ഉണ്ട്. ഇതിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ ടീംസും ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ആസ്വദിച്ചിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. ഇവിടെ കുറച്ച് അധിക സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഊട്ടിയിലേക്ക് പോവുകയാണ്. ഇനി ഒരുപാട് ദൂരം ഇതുപോലെയുള്ള വ്യൂ ആണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രീകളാട്ടോ ഇവിടെ മൊത്തം. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഇളനീർ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ. ഇവിടെ നിന്ന് ഇനി ഊട്ടിയിലേക്ക് വെറും 29 കിലോമീറ്റർ മാത്രമുള്ളൂ. ലഞ്ച് ഇനി ഊട്ടിയിലെത്തിയിട്ട് കഴിക്കാം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ചധികം യാത്ര ചെയ്തു പോകുന്ന വഴിക്ക് ഒരു ടീ ഷോപ്പ് കണ്ടു. പിന്നെ ഇവിടെ നിർത്തി നല്ല അടിപൊളി ചായയും കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നേരെ ഊട്ടിയിലേക്ക് തിരിച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഊട്ടിയിലെത്തി. നേരെ പോയത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് കൂനൂരിലേക്കാണ്. ഊട്ടിയിലേക്ക് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും കൂനൂരിലേക്ക് ഞാൻ ചെറുപ്പത്തിൽ മാത്രമേ പോയിട്ടുള്ളൂ. ഞങ്ങൾ വെല്ലിംഗ്ടൺ വഴിയാണ് കൂനൂരിലേക്ക് പോയത്. മലയാളികൾ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയയാണ് ഈ വെല്ലിംഗ്ടൺ. ഈ റൂട്ടിന് മൊത്തം നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. കൂനൂരിലെ സിംസ് പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കുട്ടിക്കാലത്തിൽ സിംസ് പാർക്കിലേക്ക് പോയ ഒരു ചെറിയ മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൂ. ഈ കാണുന്ന ഇന്ത്യൻ ബേക്കറി ഇവിടുത്തെ അടിപൊളി ബേക്കറിയാണെന്ന് തോന്നുന്നു. ഒരുപാട് ആളുകളാണ് ക്യൂവിൽ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കൂനൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എത്തി. ഫൈനലി ഞങ്ങൾ സിംസ് പാർക്കിലെത്തി. ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൽസിന് 40ഉം കുട്ടികൾക്ക് 20 രൂപയുമാണ്. പിന്നെ ഞങ്ങൾ പോയത് കൂനൂരിലെ ഫേമസ് ആയിട്ടുള്ള ടീ ഷോപ്പിലേക്കാണ്. ഇവിടുന്ന് നല്ല അടിപൊളി സൺസെറ്റും കണ്ട് നല്ല അടിപൊളി ചായയും കുടിച്ച് നേരെ റൂമിലോട്ട് വിട്ടു.
റൂമിലേക്ക് പോകുന്ന വഴി നല്ല അടിപൊളി ഡിന്നർ കഴിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഫോൺ ഓഫായത് കാരണം. വെല്ലിംഗ്ടൻ്റെ നൈറ്റ് വ്യൂ അടിപൊളിയായിരുന്നു. ഇത് പിറ്റേ ദിവസം രാവിലെ എടുത്ത റൂമിൻ്റെ വീഡിയോ ആണ്. ഊട്ടിയുടെ തിരക്കിൽ നിന്നും ബഹളത്തിൽ നിന്നൊക്കെ മാറി നല്ല ശാന്തമായ ഒരു പ്ലേസിലാണ് കേട്ടോ ഈ സ്റ്റേ വരുന്നത്. ഞങ്ങളിവിടെ 3 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി റൂമായിരുന്നു, നല്ല അഫോർഡബിൾ റേറ്റുമായിരുന്നു. ഈ റൂമിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. പിന്നെ കുട്ടികൾക്ക് റിലാക്സ് ചെയ്യാനും കളിക്കാനും വേണ്ടിയിട്ടുള്ള ചെറിയ പാർക്കും ഇവിടെ അവൈലബിൾ ആണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് അടയാർ അനന്ത ഭവനിലേക്കാണ്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഊട്ടിയിലേക്കൊക്കെ പോയ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടൽ തപ്പി നമ്മൾ ഒരുപാട് അന്വേഷിക്കൂലേ, അങ്ങനത്തെവർക്കുള്ള ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത്. ഞാൻ ഓർഡർ ചെയ്തത് മീൽസ് ആയിരുന്നു. ഇതൊക്കെയാണ് മീൽസിൻ്റെ കൂടെ കിട്ടിയത്. റൈസിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടോ. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഇപ്പോഴത്തെ ട്രെൻഡിങ് പ്ലേസായ ഹംഗർഫോർഡ് എസ്റ്റേറ്റിലേക്കാണ്. ഹംഗർഫോർഡ് എസ്റ്റേറ്റിലേക്ക് ഇതുവരെ എൻട്രൻസ് ഫീ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അവർ 50 രൂപ ഈടാക്കുന്നുണ്ട്. ഇതാണ് ഹംഗർഫോർഡ് എസ്റ്റേറ്റ്. നല്ല അടിപൊളി വൈബ് ഏരിയ ആണ്. ഊട്ടിയിൽ വരികയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അങ്ങനെ ഇവിടുത്തെ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു.